ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫ്രാക്ഷൻസിന്റെ അഡിഷനും സബ്ട്രാക്ഷനും പോലും അറിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൃത്യമായിട്ട് പറഞ്ഞാൽ 4ാം ക്ലാസ് മുതൽ നമ്മൾ ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതാണ് അല്ലേ? അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ട് പോലും ഹൈസ്കൂൾ ലെവലിൽ എത്തുന്ന സമയത്ത് ഫ്രാക്ഷന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ബേസിക്സ് അറിയില്ല എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻസ് എന്താണെന്ന് വേഗം നോക്കി നോക്കാം അല്ലേ? മകളെ, നിങ്ങൾ ഇവിടെ ഒരു കേക്ക് കാണുന്നുണ്ടോ? ഈ ഒരു കേക്കിനെ മിസ് എന്ത് ചെയ്യുവാണ്? കൃത്യമായിട്ട് 4ആയിട്ട് ഭാഗിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൊരു കഷ്ണം മിസ് കഴിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരു കേക്കിനെ 4ആക്കി മുറിച്ച് അതിലൊരു കഷ്ണം കഴിച്ചു. ഇതെനിക്ക് മാത്സിൽ പറയണം. എങ്ങനെ പറയും? മൊത്തം 4 കഷ്ണം, അതിലൊരു കഷ്ണം ഞാൻ കഴിച്ചു. 1/4. ഈ 1/4 എന്ന് പറയുന്ന ഇയാളെയാണ് നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏതൊരു ടോപ്പിക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ വജ്ര ബാച്ചിൽ ആദ്യത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ബേസിക്സിന്റെ ക്ലാസ്സുകളായിരിക്കും. ഈ ഒരു ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിന്റെയും ബേസ് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ അല്ലെ ഓണം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻസും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്ത് വേണം അല്ലേ? നമുക്ക് ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് ബേസ് എല്ലാം പഠിച്ചുകൊണ്ട് സൂപ്പർ ആയിട്ട് പഠിച്ച് എല്ലാ എക്സാമിനും അടിപൊളി മാർക്കും സ്കോർ ചെയ്ത് ക്ലാസ്സിലെ ടോപ്പർ തന്നെ നമുക്ക് ആവാനായിട്ട് സാധിക്കും. ഇനി ഒട്ടും ലേറ്റ് ആക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഈ 20-ന് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ചാൻസ് കൂടി ഉണ്ട്. നമ്മൾ എന്തിനാല്ലേ എല്ലാം വേസ്റ്റ് ആക്കി കളയുന്നത്? അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. വേഗം തന്നെ ജോയിൻ ചെയ്യാം.